ഹായോൾ, ഇന്ന് ഋതുവിന് ഈ മുട്ടത്തലേന് തലയിൽ തേക്കാൻ ഒരു എണ്ണ റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ പോയി പറിക്കാം. ആദ്യം കരിവേപ്പില, പിന്നെ ചെമ്പരത്തിയുടെ പൂ, പിന്നെ ബ്രഹ്മി. ഇത്രയും സാധനങ്ങൾ വെച്ചാണ് നമ്മൾ എണ്ണ കാച്ചാൻ പോകുന്നത്. അപ്പം പിച്ചാൻ പോവാറതോ? ആ, ഓക്കെ. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? പറ അമ്മയോടാ. ഋതു പൂ പിച്ചുവോ? ഏത് പൂവാ പിച്ചണ്ടേ? ഈ ചെമ്പരത്തി പിച്ചണം. ആ, പിച്ചിക്കോ. പോ. ഇതാണ് ബ്രഹ്മി. അരിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യണം? കരിവേപ്പിലയും അരയ്ക്കോ? പൂവും എല്ലാം അരച്ച് എണ്ണ ഒഴിക്കും, അരിച്ചെടുക്കും. വാരിയിടരുതോ? ഋതുവിന് എണ്ണ കാച്ചാനുള്ളതെല്ലാം ഋതു തന്നെ ചെയ്യണം. ഋതുവിനെ കൊണ്ട് പണിയെടുപ്പിക്കാം. എണ്ണ കാച്ചുമ്പോ ഇളക്കേ വേണം. വരിയിടും. വയ്ക്കാം. കറ്റാർവാഴ ഇടാൻ മറന്നുപോയായിരുന്നു. അങ്ങനെ പിന്നെ പോയി കറ്റാർവാഴ എടുത്ത് അതും കൂടെ നമ്മളതിൻ്റെ ജെല്ലി മാത്രം എടുത്ത് അരച്ച് ഈ ഇതിനകത്ത് ഒഴിക്കണം. എവിടെ ഉണ്ടാക്കി വെള്ളമായിരിക്കും. ഇതോ ഈ നേരത്തെ പൊട്ടുന്ന സൗണ്ട് ഉണ്ടായിരുന്നല്ലോ, ആ സൗണ്ട് തീരുമ്പോഴാണ് എണ്ണ ആവുന്നത് എന്നാണ് അമ്മ പറഞ്ഞത്. ഇതോ ആ സൗണ്ട് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാമേ. ഓഫ് ചെയ്തിട്ടും കുറച്ച് നേരവും കൂടി ഇളക്കി കൊടുക്കുക. എണ്ണയല്ലേ, ചിലപ്പോൾ ഇരുന്ന് മൂത്ത് പോയാലോ. അതുകൊണ്ട് ഇന്ന് ഇളക്കി അതിൻ്റെ ഒരു ആ പെട്ടെന്നുള്ള ആ ചൂടൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാമേ. തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കാം. അതുവരെ ഇതിനകത്തിരുന്ന് തണുക്കണം. ഇങ്ങനെ ഈ എണ്ണ തേച്ചിട്ടെങ്കിലും എൻ്റെ കുട്ടിയുടെ മുടി വളരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അവന് 3 പ്രാവശ്യം മുട്ടയടിച്ചു, എന്നിട്ടും അവൻ്റെ മുടി വളരുന്നില്ല. അതുകൊണ്ടാണ് എണ്ണ കാച്ചി തേക്കാമെന്ന് വിചാരിച്ചത്. ഇച്ചിരി എണ്ണ എടുക്കണം.
അതുകൊണ്ട് തലയിൽ തേക്കാം. നിക്ക് നിക്ക്. ആ ഓക്കെ. മതി മതി കുളിക്കിയത്. ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞേ. ടാറ്റാ ബൈ ബൈ.